വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സമർപ്പിക്കും. നവംബർ 21 കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേരുമെന്നും ചെയർമാൻ ജഗ്ദാംബിക പാൽ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമിതി ഈ മാസം 25 ആരംഭിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. നവംബർ 21 ഡൽഹിയിൽ സംയുക്ത സമിതിയുടെ സമ്പൂർണ്ണ യോഗം ചേരുമെന്നും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിക്കുമെന്നും ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു. വഖഫ് വിഷയം ബാധിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവിധ കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരണമെന്നും സാധാരണക്കാരുടെ ഭൂമി സംരക്ഷിക്കണമെന്നും മുസ്ലിം മതാചാര്യന്മാർ പോലും കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. और 21 तारीख को दिल्ली में हम अल्पसंख्यक मंत्रालय को जो हमारे अभी 2.5 महीने से लगातार स्टेक होल्डर्स हमसे मिलते रहे, हितधारक मिलते रहे, इस्लामिक स्कॉलर्स हों, जजेज हों, हाई कोर्ट के लायर्स हों, या हमारे अल्पसंख्यक तंजीम के लोग हों, या हमारे मेंबर ऑफ पार्लियामेंट्स जो 31 लोग हैं सभी पार्टियों के, उनके जो सवालात थे उसको हम 21 तारीख को अल्पसंख्यक मंत्रालय की तरफ से उसका जवाब सुनेंगे. और उसके बाद फिर जैसा मैंडेट है हमारे स्पीकर साहब का, उसकी हम रिपोर्ट की तैयारी करके हम विंटर सेशन में रिपोर्ट प्रस्तुत करने का काम करेंगे. ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തെ തുടർന്നായിരുന്നു സംയുക്ത സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടത്. കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. പല സ്ഥലങ്ങളിലും പരിധി ലംഘിച്ചുകൊണ്ടാണ് വഖഫിന്റെ ഇടപെടലുണ്ടായതെന്ന് ചെയർമാൻ ജഗദാംബിക പാലും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂമി പിടിച്ചടക്കുകയാണ് വഖഫ് ബോർഡെന്ന് കമ്മീഷൻ അംഗവും മുൻ UP DGPയുമായ ബ്രിജ് ലാലും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഭൂമി പിടിച്ചടക്കുകയാണ് വഖഫ് ബോർഡ് എന്നൊരു പരാമർശം പോലും ജഗ്ദാംബിക പാലിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഏത് രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ്? സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ് വഖഫിൽ കൃത്യമായ നിയന്ത്രണം, സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? ഐസൺ, വഖഫ് ബോർഡിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്തും എന്നുള്ളത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള, ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബിൽ ഉടൻ നടപ്പിലാക്കുമെന്നും വഖഫിന്റെ അധിനിവേശത്തിന് എന്നേക്കുമായി അവസാനം കുറിക്കും എന്നുള്ളതുമായിരുന്നു അവരുടെ വാക്കുകൾ. അത് വ്യക്തമാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതുടൻ തന്നെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഇന്നിപ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ ചെയർമാൻ ജഗദാംബിക പാലിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലും ഒഡീഷയിലും അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലും അത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വഖഫ് ബോർഡ് അധിനിവേശം നടക്കുന്ന അല്ലെങ്കിൽ ഭൂമികളിൽ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. എല്ലാ തരത്തിലുമുള്ള കക്ഷികളിൽ നിന്നും കൂടിക്കാഴ്ചകൾ നടത്തി വിവരശേഖരണം നടത്തിയിരുന്നു. അതിനുശേഷം ഈ മാസം 21 ഡൽഹിയിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം, അതായത് നിയമ വിദഗ്ധരും വിവിധ പാർട്ടികളിലെ പാർലമെന്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനായി രൂപീകരിച്ചിട്ടുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഈ മാസം 21 യോഗം ചേരും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി അന്തിമ റിപ്പോർട്ടിന് രൂപം നൽകി പ്രധാനപ്പെട്ട ശുപാർശകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം 25 ആരംഭിക്കാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കും, റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് അടുത്ത ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ സെഷനിൽ തന്നെ, ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുക. ഉടൻ തന്നെ അത് ബില്ല് പാസ്സാക്കിക്കൊണ്ട് രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഒപ്പം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഐസൺ ചോദിച്ചതുപോലെ ഈ റിപ്പോർട്ടിന്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുമ്പോൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജഗദാംബിക പാലിൻ്റെതാണെങ്കിലും കമ്മിറ്റി അംഗവും മുൻ UP DGP ആയിട്ടുള്ള ബ്രിജ് പാൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ
വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ശരിയായ നടപടികളല്ല എന്നൊരു നിഗമനത്തിലേക്ക് ഈ സംയുക്ത കമ്മിറ്റിയും എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പല സ്ഥലങ്ങളിലും വഖഫ് ബോർഡിന്റെ ഇടപെടൽ പരിധി വിട്ടുകൊണ്ടാണ് എന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം ചെയർമാൻ ജഗദാംബിക പാൽ നടത്തിയിരുന്നു. അതിനും ഒരു പടി കടന്നുകൊണ്ട് ബ്രിജ്പാൽ വ്യക്തമാക്കിയത് വിവിധയിടങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വഖഫ് ബോർഡ് ഭൂമി പിടിച്ചടക്കുകയാണ്. വഖഫ് ബോർഡിനെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന പ്രതികരണം ബ്രിജ്പാൽ നടത്തിയിരുന്നു. അതുകൊണ്ട് എന്തു സ്വഭാവത്തിലുള്ള റിപ്പോർട്ടായിരിക്കും ഈ സംയുക്ത സമിതി നടത്തുക എന്നുള്ളത് നമുക്ക് നിലവിൽ ആ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഈ മാസം 21 നടക്കുന്ന സമ്പൂർണ്ണ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാവുക ആണ് എങ്കിൽ പോലും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിലവിൽ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെ കൈവശം വെക്കുന്ന ഭൂമിക്ക് മേൽ അന്യായമായാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഒരു നിഗമനത്തിലേക്കും നിരീക്ഷണത്തിലേക്കും കമ്മിറ്റി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൊച്ചി, മുനമ്പം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കർണാടകയിൽ വിജയപുരയിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും അസം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള പരിധിയില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. അതിനിടയിലാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിക്കും എന്ന് വ്യക്തമാക്കിയത്. ഐസൻ, ജിഷ്ണു, മറ്റൊരു പ്രധാന വിഷയം കൂടി പുറത്തു വരുന്ന, അല്ലെങ്കിൽ നമുക്ക് സംശയമായി ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇവരുടെ യോഗങ്ങളിലെല്ലാം തന്നെ കയ്യാങ്കളിയൊക്കെ നടന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു യുനാനിമസ് ഒപ്പീനിയനുള്ള സാധ്യത നേരത്തെയുള്ളൊരു പെർഫോമൻസിൽ, അതായത് ഇപ്പോൾ കമ്മിറ്റിയുടെ യോഗങ്ങളിലായാലും മറ്റ് തെളിവെടുപ്പുകളിലായാലും അത്തരത്തിലൊരു റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായ ഒരു സ്വാഭാവികത നമ്മൾ കണ്ടിരുന്നു. അതുകൂടെ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു പൊതു സ്വഭാവം കുറേ കൂടി ശക്തമായതായിരിക്കും എന്ന് അനുമാനിക്കാനാവുമോ? അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ കമ്മിറ്റിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതൊരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന തലം വരെയും പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൃത്യമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അവരുടെ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നേരിട്ട് സന്ദർശനം നടത്തി ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അത് വളരെ കൃത്യമായി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട്, ഈ കമ്മിറ്റിയിൽ ഉള്ള അംഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രശ്നം നടക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. അവിടുന്ന് നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. ഒപ്പം ഇതിൻ്റെ എല്ലാ കക്ഷികളുമായി, ഏത് വശത്ത് നിൽക്കുന്ന കക്ഷികളുമായും ഈ കമ്മിറ്റി ചർച്ച നടത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് കമ്മിറ്റിയുടെ ചെയർമാൻ വ്യക്തമാക്കിയത്. തീർച്ചയായും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലുണ്ട്. ഒപ്പം വിവിധ മതത്തിൽ നിന്നുള്ള, ഒപ്പം നിയമവിദഗ്ധരുണ്ട്. അത്തരത്തിലൊരു സമ്പൂർണ്ണ യോഗം 21 നടക്കും. തീർച്ചയായും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആ യോഗത്തിന്റെ ഉള്ളടക്കം, ആ യോഗത്തിൽ എന്തെല്ലാം നടപടികൾ ഉണ്ടാകും എന്നുള്ളതും ഏറെ പ്രാധാന്യപ്പെട്ടതായിരിക്കും. പക്ഷേ കമ്മിറ്റി നിലവിൽ നൽകിയിട്ടുള്ള, ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടിന്റെ സ്വഭാവം വഖഫ് ബോർഡിന് രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഐസൻ. ശരി ജിഷ്ണു.